2025 എന്ന ഡ്രീം ഇയറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലേ. 2025 സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, 2024 നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ചോ ദുരിതങ്ങളെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ നിങ്ങൾ ആരും ചിന്തിക്കരുത്. 2025 പുതിയൊരു വർഷം, പുതിയ സന്തോഷങ്ങൾ, പുതിയ ആഗ്രഹങ്ങൾ, പുതിയ ജീവിതം, അതായിരിക്കണം നമ്മുടെ 2025. അതിനുവേണ്ടിയായിരിക്കണം നമ്മളെല്ലാവരും സ്വപ്നം കാണേണ്ടത്. 2025 എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, 2025 എനിക്ക് എന്തൊക്കെ നേടാൻ കഴിയുമെന്ന് ചിന്തിക്കണം. 2025 ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് ആ ഗോളുകൾ നേടാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഗോളുകൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബേണിംഗ് ഡിസയർ ഉണ്ടായിരിക്കണം. എന്താണ് ബേണിംഗ് ഡിസയർ? നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്തു വെച്ച് ആ ഗോളുകളിലേക്ക് എത്തിപ്പെടാനുള്ള പരിശ്രമത്തെയാണ് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. 2025 നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. 2025 ഒരു സുവർണ കാലമാക്കി മാറ്റാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഒരുപാട് കഴിവുകളുണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന പലരുമുണ്ട്. അവരോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം. ആ ആഗ്രഹം തീവ്രമായി നിങ്ങൾ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ആഗ്രഹം നേടിയെടുക്കാൻ കഴിയും. നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് എല്ലാവരും വിശ്വസിക്കണം. ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കരുത്. അത് ചിന്തിച്ചിട്ട് വെറുതെ നമ്മുടെ ജീവിതത്തിലെ സമയം നഷ്ടമാക്കരുത്. അതിനു പകരം ഈ 2025 എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, എനിക്കെങ്ങനെയാണ് ജീവിത വിജയം നേടാൻ കഴിയുക എന്ന് ചിന്തിക്കുക. എന്താണ് ജീവിത വിജയം? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് എത്ര വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മൾ എന്ത് ചിന്തിച്ചാലും, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും, നമ്മൾ എന്ത് വാങ്ങണമെന്ന് വിചാരിച്ചാലും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടാകുന്നു. അങ്ങനെയൊരു നാളുകളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര സന്തോഷം നിറഞ്ഞൊരു ജീവിതമായിരിക്കും അത്. അങ്ങനത്തെ ഒരു ജീവിതത്തെ വേണം, അങ്ങനത്തെ ഒരു നാളുകളെ വേണം നമ്മൾ സ്വപ്നം കാണുവാൻ. ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാത്ത ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ആക്ഷൻ എടുത്താൽ മാത്രമേ ആ ഒരു സ്വപ്നം നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. മറ്റുള്ളവരെന്ത് ചിന്തിച്ചാൽ എനിക്കെന്താ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അതേപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമയമാണ് നഷ്ടമാകുന്നത്. നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം വിട പറയേണ്ടവരാണ്. അതിനു മുമ്പ് ഈ ലോകത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ആസ്വദിക്കാനുണ്ട് എന്ന് വിചാരിച്ചാൽ അതൊക്കെ ആസ്വദിക്കുക. അതിനു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ 2025 ജീവിത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ 2025 സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ 2025 ആയുരാരോഗ്യ സൗഖ്യം നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ആൾ.